ഓം ശാന്തി. ധനം നമ്മളിലേക്ക് ആകർഷിച്ചു വരുന്നതിന് ആവശ്യമായൊരു ഘടകമാണ് അതിനോടുള്ള പൂർണ്ണമായ വിശ്വാസം. ഒരാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ, ഒരാൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അവരിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിലാണ് അവർ നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാവുള്ളൂ. ഒരാളോട് ഞാൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്, നടക്കില്ല എന്ന് എനിക്കറിയില്ല എന്ന് നിങ്ങൾ ഒരാളെക്കുറിച്ച് വേറൊരാളോട് സംസാരിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോഴത്തേക്കും അവരങ്ങനെ തന്നെയാണ്, പണ്ടേ അങ്ങനെയാണ്, ഇപ്പോഴും ഇങ്ങനെയാണ് എന്നൊക്കെ ഒരാളെ എപ്പോഴും വിമർശിച്ചും എപ്പോഴും കുറ്റം പറഞ്ഞും സംസാരിക്കുകയാണെങ്കിൽ ആ ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുപോലെ തന്നെ തുല്യമായിട്ടൊരു ഊർജ്ജമാണ് ധനം എന്ന് പറയുന്നത്. ധനം ഒരു നെഗറ്റീവ് ഊർജ്ജമല്ല, പോസിറ്റീവ് ഊർജ്ജമാണ്. അതുകൊണ്ട് തന്നെയാണ് ധനത്തിന് ധനദേവി എന്ന് പറയുന്നത്. ബ്രഹ്മകുമാരി ഈശ്വര വിശ്വവിദ്യാലയത്തിൽ പരമാത്മ നമ്മളെ പഠിപ്പിച്ചതായിട്ടുള്ളൊരു മഹാൻ തത്വമുണ്ട്. എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ 7 ഗുണങ്ങൾ, ആത്മാവിൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന 7 ഗുണങ്ങൾ, ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, സുഖം, ആനന്ദം, എങ്ങനെയാണോ 7 ഗുണങ്ങളും നിറഞ്ഞ ആത്മാവ്, ഈ ശരീരം എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതുപോലെ തൻ്റെ 7 ഗുണങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ഒരു വെള്ളി വെളിച്ചം പോലെ, സൂര്യപ്രകാശത്തിലും അങ്ങനെയല്ലേ, കാണാനായിട്ട് 7 വർണ്ണങ്ങൾ നമുക്ക് കാണില്ലേ, വെള്ള വെളിച്ചം നമുക്ക് കാണുന്നത്, അതുപോലെ അതിൽ 7 വർണ്ണങ്ങളും പക്ഷേ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മാവിനെയും കാണാനായിട്ട് അതിസൂക്ഷ്മമായൊരു പ്രകാശ നക്ഷത്രമാണ് ആത്മാവെന്ന് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ, ആന്തരിക വ്യക്തിത്വം എന്ന് പറഞ്ഞോളൂ. പക്ഷേ ഞാൻ എന്നതായിരിക്കുന്ന ആന്തരിക വ്യക്തിത്വം എന്ന് പറയുന്ന അതിസൂക്ഷ്മ പ്രകാശമായിരിക്കുന്ന ആത്മ ഈ ശരീരത്തിൻ്റെ ഹൈപ്പോതലാമസിൻ്റെ ആരംഭസ്ഥാനത്ത് പിറ്റ്യൂട്ടറിയും പിനിയൽ ഗ്ലാൻസും കൂടിച്ചേരുന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് അതിൻ്റെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എനർജികളുടെ പ്രകമ്പനത്തിലൂടെ ഈ ശരീരത്തിലെ എല്ലാ ഊർജത്തിനെയും എല്ലാ കർമ്മങ്ങളെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് ആത്മാ എന്ന് പറയുന്നത്. പരമാത്മ നമ്മളെ പഠിപ്പിച്ചു തന്നു ആത്മാവിൻ്റെ ഒറിജിനൽ ഗുണങ്ങളാണ് ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, സുഖം, ആനന്ദം എന്നത്. എന്തുകൊണ്ട് ഇത് ഒറിജിനൽ എന്ന് വെച്ചാൽ അർത്ഥം ഇതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല. മറ്റെല്ലാ സാധനമുണ്ട്, ഇഷ്ടം പോലെ ധനമുണ്ട്, കുറേ പൊസിഷനുണ്ട്, എല്ലാതും ഉണ്ട്. സ്നേഹിക്കാൻ ആരുമില്ല എങ്കിൽ എന്തിനു ഞാനിങ്ങനെ ജീവിക്കണം എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകും. എല്ലാ സാധനങ്ങളും ഉണ്ട്, സ്നേഹം, ശാന്തി എന്ന് പറയുന്ന ഒരു തുള്ളി കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് ഞാൻ ഇല്ല എന്ന് മനുഷ്യൻ പറഞ്ഞു പോകും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശാന്തി ശ്വാസമാണ്, സ്നേഹം അമൃതമാണ്, പ്യൂരിറ്റി പവിത്രത അതിൻ്റെ ഊർജ്ജമാണ്. അതുപോലെ ജീവിതത്തിൽ അറിവില്ലാതെ, അറിവ് നേടാൻ പറ്റാതെ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ എന്ന് പറയും. 7 ഗുണങ്ങൾ, ജ്ഞാനം, സ്നേഹം, ശാന്തി, ശക്തി, പവിത്രത, സുഖം, ആനന്ദം, ഈ 7 ഗുണങ്ങളാകുന്ന സപ്തവർണ്ണങ്ങൾ നിറഞ്ഞതായിരിക്കുന്ന ആന്തരിക വ്യക്തിത്വമാകുന്ന ആത്മാവ് അതിസൂക്ഷ്മ പ്രകാശ നക്ഷത്രമായിട്ട് തിളങ്ങുകയാണ്. ഈ ആത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങളും 100% തികയുമ്പോൾ ഈ ലോകം തന്നെ സ്വർഗമായിട്ട് മാറും. ആത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങൾ നിറയുമ്പോൾ ഈ പ്രപഞ്ചം സമൃദ്ധിയുടെ കേന്ദ്രമായിട്ട് മാറുകയാണ്. ആത്മാവിൻ്റെ ഉള്ളിൽ ജ്ഞാനവും സ്നേഹവും നിറയുമ്പോൾ അവിടെ ധനം, സ്വർണം, സമ്പത്ത്, രത്നം എല്ലാം വന്ന് നിറയും. ആത്മാവിനുള്ളിൽ ശാന്തിയുടെ 100% നിറയുമ്പോൾ ഈ പ്രപഞ്ചം, ഈ പ്രകൃതി നമുക്ക് വേണ്ടി AC ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നതായിരിക്കും. നമ്പർ 1 ക്ലൈമറ്റ് ആയിരിക്കും, എന്നും വസന്തമായിരിക്കും. ആത്മാവിൻ്റെ ഉള്ളിൽ നിന്ന് പവിത്രതയുടെ ശക്തി ഉണരുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് സുഗന്ധം വരുന്ന ശരീരമായിട്ട് മാറും. ചെമ്പകപ്പൂവ് അതിന് സുഗന്ധം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, മുല്ലപ്പൂവിന് സുഗന്ധം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ, സപ്തഗുണങ്ങൾ കൊണ്ട് നിറഞ്ഞ സദോപ്രധാന സ്ഥിതിയിലിരിക്കുന്നതായ ആത്മാവിന് പവിത്രമായ സുഗന്ധമുള്ള ശരീരമായിരിക്കും ലഭിക്കുന്നത്. മനഃശക്തി 100% ആവുമ്പോൾ സ്വന്തം സങ്കല്പങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ പ്രവർത്തിപ്പിക്കാൻ വിധം സമ്പൂർണ്ണ ശക്തിശാലിയായിട്ട് മാറും. സുഖം നൽകിക്കൊണ്ട് ചന്ദ്രനെപ്പോലെ സദാ വസന്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ ആത്മാവിൻ്റെ ഉള്ളിൽ 100% ഗുണങ്ങളെ നിറവാണ് ആവശ്യം. ഇതുവരെ നമ്മൾ വായിച്ചോ പഠിച്ചോ കേട്ട എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്നു ആത്മാവിൻ്റെ ഉള്ളിൽ അഥവാ നിങ്ങളുടെ ഉള്ളിൽ 100% പോസിറ്റിവിറ്റി നിറയുമ്പോൾ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ആകർഷിക്കും. ആത്മാവിൻ്റെ ഉള്ളിൽ 7 ഗുണങ്ങൾ നിറയുമ്പോൾ ഈ പ്രപഞ്ചം സ്വർഗമായിക്കൊണ്ട് നമുക്ക് വേണ്ട സുഖം തരാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലെ നിറവാണ് കോൺഫിഡൻസിൻ്റെ കാരണമാകുന്നത്. അപ്പോൾ എത്ര കൂടുതൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയുന്നുണ്ടോ അത്രയും കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ അത് പ്രകൃതിയോട് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും.
പ്രകൃതിയോട് നിങ്ങൾ ജസ്റ്റ് ഒരു പിസ്സ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ പിസ്സ അവിടെ പാക്കായോ, പുറപ്പെട്ടോ, എത്ര ദൂരെത്തി, എവിടെ എത്തി, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കില്ല. പിസ്സ ഓർഡർ കൊടുത്തു, ഓൾമോസ്റ്റ് ഇത്ര സമയത്തിനെത്തും, നമുക്ക് ഉറപ്പുണ്ട്. ആ കോൺഫിഡൻസോടെ ഓർഡർ കൊടുക്കുകയും സമയമാകുമ്പോൾ കഴിക്കാൻ വേണ്ടി സാധനം എത്തിച്ചേരുകയും ചെയ്യും. ഇതേപോലെ ഇത്രയും കോൺഫിഡൻസോട്, അത്രയും വിശ്വാസത്തോടു കൂടി വേണം നിങ്ങളും ധനത്തിനോട് ഓർഡർ കൊടുക്കാനായിട്ട്. എങ്ങനെ വേണമെന്നറിയോ? ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് ഫീൽ ചെയ്യുക, ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് വെയിറ്റർ മെനു കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചമാകുന്ന റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഇരിക്കുകയാണ്. വെയിറ്റർ, പ്രകൃതി മെനു കൊണ്ട് കാണിച്ചിരിക്കുകയാണ്. ആകെ നോക്കിയിട്ട് പറയുകയാണ്, എൻ്റെ സമൃദ്ധമായ അക്കൗണ്ടിൽ നിന്ന് $2000 എനിക്ക് വേണം, അല്ലെങ്കിൽ എനിക്കൊരു 2 ലക്ഷം രൂപ വേണം, എനിക്കിപ്പോൾ കൊണ്ടുവരൂ എന്ന് പറയുക. ഓർഡർ കൊടുത്ത ശേഷം അങ്ങനെ ഒരു കാര്യം ഓർഡർ കൊടുത്തുവെങ്കിൽ അത് വരും എന്നുറപ്പാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരാഴ്ചയ്ക്കോ അല്ലെങ്കിൽ 10-15 ദിവസത്തിന് മുന്നേ ഈ കാര്യത്തെ ഓർഡർ കൊടുത്ത ശേഷം എത്തും എന്നതായിരിക്കുന്ന 100% വിശ്വാസത്തോടു കൂടി ഈശ്വരൻ, ഈ പ്രപഞ്ച രചയിതാവ്, ഈ ഓർഡറിനൊക്കെ മീറ്റ് ചെയ്യുന്ന ആൾ ഭഗവാനാണ്. ഈശ്വരൻ്റെ അടുത്ത് ഞാൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു, അതെനിക്ക് നടക്കും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടിക്കൊണ്ട് നിങ്ങൾ സന്തോഷത്തോടെ, സമാധാനത്തോടെ അതിന് വേണ്ടതായിരിക്കുന്ന എന്തെല്ലാം രീതികളിൽ ഒരുക്കങ്ങൾ നിങ്ങൾക്ക് ചെയ്യണോ, അല്ലെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യണോ, സംസാരിക്കണോ, ചെയ്തോളൂ. നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഓർഡർ കൊടുക്കാനല്ല. ഓർഡർ കൊടുത്ത ശേഷം സാധനം വരുമ്പോൾ അത് വാങ്ങി വെക്കാൻ, കഴിക്കാൻ ടേബിള് കാര്യങ്ങൾ അല്ലെങ്കിൽ വെക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കും പോലെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഓർഡർ കൊടുത്ത ശേഷം അതിനെ മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വർക്കൊക്കെ നിങ്ങൾ ചെയ്തോളൂ. അത് പുതിയ ഏതെങ്കിലും ഒരാളായിട്ടുള്ള മീറ്റിങ്ങിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടായിരിക്കും, ഒരു ഗിഫ്റ്റ് ആയിട്ടായിരിക്കാം. എവിടുന്നെങ്കിലും ആ കാര്യം എത്തുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. പക്ഷേ ഉറപ്പോടുകൂടി നിങ്ങൾ ഓർഡർ കൊടുക്കുകയും ആ പൂർണ്ണ വിശ്വാസത്തോടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണമെന്ന് മാത്രം. അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര ഉറപ്പോടു കൂടിയാണോ ഓർഡർ കൊടുക്കുന്നത് അതേ രീതിയിൽ അത് നിങ്ങളുടെ അടുത്ത് എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ മനസ്സിൽ പോസിറ്റിവിറ്റിയുടെ ലെവലിൽ നിന്ന് താഴോട്ട് പോകരുത്. ആ പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ആ കോൺഫിഡൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഫെയ്ത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണം, ആ ഹാപ്പിനെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ ഗുണങ്ങളിൽ രമിച്ചുകൊണ്ട് ജീവിതത്തെ ആനന്ദപ്രദമാക്കിക്കൊണ്ട് പോസിറ്റീവ് ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓർഡർ കൊടുത്ത് നോക്ക്. ഈ പ്രപഞ്ചം തീർച്ചയായിട്ടും ആ ഓർഡർ മീറ്റ് ചെയ്യും. ഞാൻ ഓർത്തു പോകും, മഹാഭാരതത്തിൽ കൃഷ്ണൻ്റെ ഒരു വാചകം ഞാൻ കേട്ടത്, എൻ്റെ ഭക്തന്മാർ എന്നിൽ അധികാരം സ്ഥാപിക്കുമ്പോൾ ഞാൻ അവരുടെ അധികാരത്തെ ശരിവെക്കുന്നു എന്ന്. പരമാത്മ തന്നെ മഹാവാക്യത്തിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഈശ്വരൻ്റെ കുട്ടികളാണ്, അതേസമയം എൻ്റെ അടുത്ത് നിങ്ങൾ അധികാരികളുമാണ്. അധികാരത്തോടെ എന്നോട് ആവശ്യപ്പെടൂ, നിങ്ങൾ അവകാശത്തെ നിങ്ങളെടുത്ത് ഉപയോഗിക്കൂ എന്ന്. അതുകൊണ്ട് ഭഗവാൻ എൻ്റെ എന്ന വിശ്വാസത്തോടെ, അധികാരത്തോടെ, അവകാശത്തിന് വേണ്ടി ഓർഡർ കൊടുക്കൂ. പൂർണ്ണ വിശ്വാസത്തോടുകൂടെ വെയിറ്റ് ചെയ്യൂ. എങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയവുമില്ല, നിങ്ങൾക്ക് വേണ്ട സാധനം നിങ്ങളടുത്ത് എത്തിച്ചേരുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കട്ടെ. ആ പൂർണ്ണ വിശ്വാസത്തോടെ, ഭഗവാന്റെ സമർപ്പണത്തോടു കൂടി ഈ പ്രപഞ്ചത്തിനോട് ഓർഡർ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പിസ്സ അഥവാ നിങ്ങളുടെ ധനത്തിന് വേണ്ടി കാത്തിരിക്കൂ. നിങ്ങളുടെ ആ ആഗ്രഹം സാക്ഷാത്കരിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.